ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി മന്തി ഉണ്ടാക്കിയല്ലോ. നല്ല സ്പൈസിയോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മന്തിയുടെ റൈസാണ്, ഗോൾഡൻ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1 മണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കണം. പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ്റെ അരപ്പിന് വേണ്ടി ഒരു ക്യാപ്സിക്കവും ഒരു തക്കാളിയും ഒരു വലിയ സവോളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ 4 ചിക്കൻ ക്യൂബും കുറച്ച് മല്ലിച്ചീര. ഇത് ഞാൻ 2 കിലോ ഉണ്ടാക്കുന്നതിൻ്റെ കണക്ക് വെച്ചാണ് പറയുന്നത്. ഇനി നിങ്ങൾ 1 കിലോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ നേർപകുതി എല്ലാം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ടിട്ടുണ്ട്. പെരിഞ്ജീരകം ഇല്ലാത്തതുകൊണ്ട് ഞാനത് പൊടിയായിട്ടിരിക്കുന്നത്. 1/4 കപ്പ് തൈരും കൂടെ ഇട്ട് നല്ല പേസ്റ്റ് രീതി അടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 3 ടേബിൾ സ്പൂൺ മന്തി മസാല, ബാക്കിയെല്ലാം 1/2 ടീസ്പൂൺ വെച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മസാലപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് ചില്ലി ഫ്ലെക്സ്, ഒറിഗാനോ, കുറച്ച് സോയാ സോസ്, ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ചേർക്കുന്നത്, പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഫുഡ് കളർ, റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന രീതി റെഡ് കളർ കിട്ടാൻ വേണ്ടി റെഡ് ഫുഡ് കളറും കൂടി ഇട്ട് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ തലേന്നൊക്കെ ചിക്കൻ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നാളെ വെക്കുന്നെങ്കിൽ ഇന്നെങ്കിൽ തലേന്ന് നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും. നമ്മൾ എത്ര മണിക്കൂർ വയ്ക്കും അതനുസരിച്ച് ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ 1/2 മണിക്കൂറേ വെക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഏകദേശം 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബിരിയാണി പോട്ടിലോട്ട് വെച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് റൈസ് വേവിച്ചെടുക്കുക. അതിനായിട്ട് ഞാൻ മറ്റൊരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മൾ സ്പൈസസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ഇതെല്ലാം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ എണ്ണയിലിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചാൽ ഞാനിവിടെ ഒരു സവോള എടുത്തിരിക്കുന്നത്, ഒരു വലിയൊരു സവോള സ്ലൈസ് രീതി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കവും 2 ചിക്കൻ ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ റൈസിന് ഒരു നല്ലൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവറും കിട്ടും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മന്തി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. നല്ല രീതിയിൽ തിള വരട്ടെ. തിള വരുമ്പോൾ നമുക്ക് അരി കഴുകി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ ഇടാൻ ഞാൻ മറന്നു പോയതാണ്. നിങ്ങൾ ആ സ്പൈസസ് ഇട്ട് കഴിയുമ്പോൾ ഈ നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തേക്കണം. ഇതിന് ഞാൻ നാരങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നാരങ്ങയുടെ ഫ്ലേവറും കൂടെ ഈ റൈസിലോട്ട് ഇറങ്ങിക്കോളും. ഇപ്പോൾ ഇതേ നല്ല രീതിയിൽ തിള വന്നു തുടങ്ങി. നമുക്കിനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ റൈസും കൂടെ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 90-95% വേവിച്ചെടുത്താൽ മതി ചോറ്. നമ്മൾ കാരണം ദമ്മിൽ വെക്കുന്നതുകൊണ്ട് റൈസ് അത്രയും വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ മറന്നു പോരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിലെ എണ്ണയും എല്ലാം തെളിഞ്ഞ് വരാൻ തുടങ്ങി. നമുക്കിനി ഇതിൽ നിന്ന് നമ്മുടെ ചിക്കൻ എടുത്ത് മാറ്റാം. കാരണം ചിക്കൻ ഇപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് കോരി മറ്റൊരു പാത്രത്തിലാക്കിയിട്ട് ഇതിലെ എണ്ണയും അരപ്പും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ആദ്യം ഞാൻ എണ്ണ പതുക്കെ ഒരു സ്പൂൺ കൊണ്ട് ഒരു പാത്രത്തിലേക്ക് കോരി എടുത്തിട്ട് പിന്നെ നമുക്ക് ഈ അരപ്പും നമുക്കിതിൽ നിന്ന് മാറ്റാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും അല്പം ഹണിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പെരി അൽഫാം മന്തി ആയതുകൊണ്ട് നമ്മുടെ ചിക്കനിലേക്കുള്ള അരപ്പാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നല്ല രീതിയിലൊന്ന് അരപ്പെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കുറുകി വരട്ടെ. കുറുകി വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഗ്രേവി ആയിട്ട് നമ്മുടെ ചിക്കൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ പെരി അൽഫാം മന്തിയുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മന്തി ദമ്മാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് ഗ്രേവിയും കൂടെയും പിന്നെ ഇതിലേക്ക് ഞാൻ റെഡ് ഫുഡ് കളറും യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടി. പിന്നെ റിപ്പീറ്റ് നമ്മൾ ചെയ്ത പോലെ റൈസ് ഇടുക.
നമ്മുടെ ഗ്രേവി ഇടുക, ഫുഡ് കളർ ഇടുക. അവസാനത്തെ നമ്മുടെ ലെയറും കൂടി നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് റിപ്പീറ്റ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓരോ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചിരട്ട കനലാക്കി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കണം. അപ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ ആകാൻ വേണ്ടിയാണ്. ഒരു 20 മിനിറ്റ് മാക്സിമം വെച്ചിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ റൈസൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി. ആഹാ, തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് അടിച്ചേട്ടാ. ആ സ്മോക്കി ഫ്ലേവറും ആ മന്തിയുടെയൊക്കെ ഒരു ഫ്ലേവർ നമുക്ക് അടിച്ചിട്ട് നമുക്കിത് പതുക്കെ ചൂട് കാണും പാത്രത്തിൽ ഒരു ക്ലിപ്പിട്ട് പിടിച്ചിറക്കി വെക്കാം. ഇനി നമുക്ക് പതുക്കെ ഒന്ന് റൈസ് ഒന്ന് കുത്തി നോക്കാം. ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും അടിക്കുന്നുണ്ട്. എന്തായാലും ഇത് നമുക്ക് നിൽക്കാക്ക് കൊടുക്കാം. ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. ആ റൈസിലേക്ക് കുറച്ച് മയോണൈസ്, കുറച്ച് നമ്മുടെ ചട്നിയും ഒരു ചിക്കൻ്റെ ഒരു പീസും വെച്ച് കഴിക്കണം. എന്താ ടേസ്റ്റ്. പെണ്ണുമ്പോൾ ഉണ്ടാക്കുന്നത് പറയുമല്ല, സംഭവം സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. വെലുവിൽ ചെയ്ത് അതിൻ്റെ എല്ലാ ഫ്ലേവറും കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ഫ്ലേവർ, പക്ഷേ അതിൽ ഇച്ചിരി കൂടെ നന്നായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാതിരിക്കരുത്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.